ടിൻ പിൻ സ്റ്റോറീസിൻ്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് മസായ് മാര. ആഴ്ചകളുടെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ നമ്മളിതേ ഫൈനലി മസായ് മാര വന്നേക്കാണ്. ഇവിടെ മസായ് മാര നാഷണൽ റിസർവിൻ്റെ സെക്കിനേനി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നെത്തിയേക്കാണ് കേട്ടോ. കൂടുതലൊന്നും പറയാനില്ല, കാണിക്കാം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ അതുലും കൂടിയിട്ട് രാവിലെ ഒരു സഫാരി ജീപ്പൊക്കെ എടുത്തിട്ട് നാഷണൽ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയേക്കാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന എ ലോഡ്ജ് എന്ന് വേണ്ട ഒരു ലോഡ്ജിലാണ്. നമ്മുടെ രമേശ് ചേട്ടൻ വന്നില്ല കേട്ടോ. രമേശ് ചേട്ടന് കുറച്ച് വർക്ക് ഉണ്ടെന്ന് വേണ്ടി രമേശ് ചേട്ടൻ അവിടെ ഇരുന്നു. രമേശ് ചേട്ടൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ ലാൻഡ് ക്രൂസറിലാണ് നമ്മൾ ഗേറ്റും കടന്ന് അകത്തേക്ക് സഫാരിക്ക് പോകണം കേട്ടോ. ഇതിന് ഗെയിം ഡ്രൈവ് എന്നാണ് പറയണത്. അതായത് നമുക്ക് ഇത് ഒരാളെ കൂടി പരിചയം. ഇതാണ് ജാക്സണാണ് നമ്മളിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുറേ ചേച്ചിമാരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗെയിം ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റുന്നുള്ളതൊന്നും ഷുവർ ആയിട്ടുള്ള കാര്യമല്ല. അതായത് കാണാൻ പറ്റും, ഉറപ്പായിട്ടും കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇന്നതിനെ കാണാൻ പറ്റുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതാണ് ഗെയിം ഡ്രൈവ് എന്ന് പറയുന്നത്. ബേസിക്കലി സഫാരി തന്നെ. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ജാക്സൺ അവിടെ പോയി എടുത്തു. അതിലിവിടെ ഇരിക്കുന്നുണ്ട്. അതിലേ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ മേടിച്ച അവിടുന്ന്? വളകൾ. ഓക്കെ, എത്രയാണ്? എല്ലാം കൂടി 500 ഷില്ലിംഗ്. അങ്ങനെ ഇതേ ഗേറ്റും കടന്ന് അകത്തേക്ക് കയറാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ സംഭവ സലീൽ പോയ പോലെയല്ല, കാറിലല്ല, സഫാരി ജീപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്പണാണ്. നമുക്ക് തലയിടാം, എത്തി നിൽക്കാം, ഒക്കെ ചെയ്യാം. അയ്യോ, എക്സൈറ്റ്മെന്റ്. നമ്മൾ കടന്ന ഉടനെ ഇതേ ആ ഒരു സൈഡിൽ മൊത്തം ഇംപാലാസാണ് കേട്ടോ. അപ്പോൾ ജാക്സൺ ഇങ്ങനെ വണ്ടി നിർത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് ഒരു ഇംപാലയുടെ ഹേർഡിൽ ആകെ ഒരു ആണേ ഉണ്ടാവുള്ളൂ, ഒരു മെയിലേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഫീമെയിൽസ് ആയിരിക്കും. ആണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആണിന് കൊമ്പുണ്ടാവും. അപ്പോൾ മീറ്റിംഗ് സീസണൊക്കെ ആകുമ്പോഴാണ് ആ ഒരു മെയില് എല്ലാ ഫീമെയിലുമായിട്ട് മെയ്റ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ബഫല്ലോ അവിടെ കുറേ ബഫല്ലോസും ഉണ്ട്, സീബ്രാസും ഉണ്ട്. Cape buffalo. Yeah, because they have what you call massive horns. Their horns look like cape-like. Yeah. Cape-like. Cape-like. Yeah. So that. കേറി ഒട്ടൻ്റെ ഒരു ഹൈനാട്ടാ. Is the leader of the group because it's the one. Oh, it went under this. Yeah, കുട്ടിയുണ്ടോ? എൻ്റെ അടിയിൽ കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളാണ് അത് പോവാത്ത അല്ലേ പെട്ടെന്ന്. അയ്യോ, എൻ്റെ ഒച്ച കേട്ടാ. കുഞ്ഞു കുട്ടിയുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാട്ടോ. ഒരു മിനിറ്റ്. എന്തോ ഒരാളും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ഹണ്ടൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ സിംഹങ്ങൾക്ക് തലവേനയാണ്. കുട്ടിയല്ല. ഈ ഹൈനെ സ്പോട്ട് ചെയ്യാൻ റയറാ അത്ര. അപ്പോൾ spotted hyenas. yeah. They are spotted. Spotted. Because a group of hyena, we call them a clan. Clan of hyena. So female is the leader. It's the madget because it's the one who is most experienced. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അനിമൽ ആട്ടോ ഹൈന. ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കണേ. പിന്നെ എനിക്കിത് TV കണ്ടുള്ള പരിചയമുള്ളൂ, ഇത് ആദ്യമായിട്ടാണ് കാണണേ. അപ്പോൾ ഞാൻ TV കാണുമ്പോൾ അത് കുറച്ചും കൂടി ചെറിയൊരു സാധനമാണെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അടിപൊളിയായി. Melio, ma baganda. $5 $1,500 kilometer square. Okay. Approximate size. It's
second largest park in Kenya after Savo. Okay. Yeah, Savo is the largest. Savo is the largest. Okay. Topi antelope. Yeah. They are communicating. Okay. They are looking for one another. ഇതില് ഇവരെല്ലാം ഇപ്പൊ നോർമലാണ്, ഇവർക്ക് ത്രെറ്റ് ഇല്ല ഇവിടെ. പ്രെഡറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ആനിമൽസും ഇല്ല. പ്രെഡറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവര് ക്രോസ് ചെയ്ത് നിൽക്കും. അതിന്റെ അർത്ഥം അവർ വിജിലന്റ് ആണ്, ആ ഏരിയയിൽ പ്രെഡറ്റേഴ്സ് ഉണ്ടാവും. ഈ മാരയുടെ ഉള്ളില് താമസിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചോ JW മാരിയറ്റ്, അതിൻ്റെ അപ്പുറത്ത് മാര സിംബ ലോഡ്ജ്. അപ്പൊ അങ്ങനെ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ അകത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? JW മാരിയറ്റിന് $2500 ഒരാൾക്ക് റൂമിന്. അത് ഓഫ് സീസൺ ടൈമില്. ഓക്കെ. സീസൺ ടൈമിൽ അത് ഏതാണ്ട് ഒരു $3600. എൻ്റെ അമ്മ, ഒരു ദിവസത്തേക്ക് അല്ലേ? ഒരു നൈറ്റിന്. നമ്മളൊരു പോയിന്റിലെത്തിയപ്പോൾ ജാക്സൺ വേറൊരു സഫാരി വെഹിക്കിളിൻ്റെ ഡ്രൈവറായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് സിംഹണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാവിടെ ഒരു ആനക്കൂട്ടം. നോക്ക്, ആ ഭാഗത്ത് നിറച്ച ആനകളാട്ടോ. എന്തോരം ആനകളാ നോക്ക്. The biggest terrestrial animals on the earth. And also the reason why they choose female to be the group leader is the one who knows the migratory corridor during the dry season. And when they are going to look for the green pastures and availability of water, is the female one, the old females is the one who knows the path. They occupy a large range of land while they are grazing, while they are protecting their young ones, and while they are also mating. ഞാൻ ഇത്ര പെട്ടെന്ന് എല്ലാം അങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതിങ്ങനെ വളരെ വളരെ ക്വിക്കായിട്ടാണ്. നമുക്കിന്നൊരു മൊത്തം ദിവസം ഉണ്ട് കേട്ടോ. ഈ മാര എന്ന് പറഞ്ഞാണ്ടല്ലോ സ്പോട്ട് എന്ന് അത്ര അർത്ഥം, സ്പോട്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളൊരു പോയിന്റിൽ, ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രിഫ്റ്റ് വാലി വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ താഴെ മേഘത്തിൻ്റെ നിഴലും പിന്നെ ഈ ചെടികൾ ഇങ്ങനെ സ്പോട്ടായിട്ടൊക്കെ അതിങ്ങനെ തുറന്ന് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിങ്ങനെ സ്പോട്ടായിട്ട് കാണാം. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലത്തിന് മാര എന്ന് പറയുന്നത് കേട്ടോ. സ്പോട്ടഡ് അല്ലെങ്കിൽ സ്പോട്ട് എന്നാണ് അർത്ഥം. കാണുന്ന ഒരു എയർ സ്ട്രിപ്പ് ആട്ടോ. അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് വന്ന് ലാൻഡ് ചെയ്തു. ചെറിയ പ്ലെയിനാണ്, പക്ഷേ മാരയിൽ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് അത് ലാൻഡ് ചെയ്തത്. 13 എൻ്റെ അമ്മോ. പെൺപിള്ളേര് ഭയങ്കര ക്ഷാമാണ്, ഫീമെയിൽസ്. ഓക്കെ. കാരണം ഒരു ഹേർഡിന് ഒരു മെയിൽ ഉണ്ടാവുള്ളൂ, കുറെ ഫീമെയിൽസ് വേണം. അപ്പോൾ ഇവരിനി ഏതെങ്കിലും ഫീമെയിൽ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കും, അങ്ങനെയാണോ? അല്ലല്ല, ഇവര് ആദ്യം ഒരു ഇത് സ്പോട്ട് ചെയ്യും, ഒരു ഹേർഡിനെ സ്പോട്ട് ചെയ്യും. എന്നിട്ട് ഇവര് തമ്മിൽ ഡിസൈഡ് ചെയ്യും ആരാണ് അതിലത്തെ മെയിലായിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ളത്. കാരണം ആ മെയിലിന്റെ കൊമ്പ് ഒടിക്കണം, എന്നാലാണ് ഇവർക്ക് ആ ഹേർഡ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവര് പോയിട്ട് പിന്നെ ഇത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. ഇവിടെ ഈ മരത്തിലെ 2 പക്ഷികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ലൈലാക് ബ്രെസ്റ്റഡ് റോളർ. അത് കെനിയയുടെ നാഷണൽ ബേർഡാണ് കേട്ടോ. നാഷണൽ ബേർഡ്. അപ്പം നമ്മൾ ഇൻട്രോ വീഡിയോയിൽ കെനിയ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ബേർഡിനെ വെച്ചിട്ടുണ്ട്. അത് ഈ ബേർഡാണ്, ലൈലാക് ബ്രെസ്റ്റഡ് റോളർ. ഭയങ്കര കളർഫുൾ ആട്ടോ. ഞാനത് നേരിട്ട് കണ്ടപ്പോൾ അത് ഇത്രയും വലിപ്പമെന്ന് വിചാരിച്ചില്ല. അതായത് ചെറിയ ബേർഡ്, കുഞ്ഞു കിളിയല്ല.
ഹോൾസ് ഉണ്ടാവില്ലേ, അപ്പോൾ വാട്ടർ ഹോൾ സ്ട്രക്ചർ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആനിമൽ ബഫലോ ആണ്. കാരണം ബഫലോ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കലക്കും. അപ്പോൾ വാട്ടർ ഹോൾസ് ഉള്ളിടത്ത് നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രോസസ്സാണ്. ഏറ്റവും ആദ്യം ടങ്ക് മാത്രം വെള്ളത്തിൽ ടച്ച് ചെയ്ത് വെള്ളം കുടിക്കുന്ന ആനിമൽസ് വരും. പിന്നെ പതുക്കെ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആനിമൽസ് വരും. സെക്കൻഡ് ലാസ്റ്റ് വരുന്ന ആളാണ് എലിഫൻസ്. എലിഫൻസ് പകുതി വരെ വരുള്ളൂ. അവർ വെള്ളം പക്ഷെ കലക്കില്ല. എന്നിട്ട് അത് കഴിഞ്ഞാൽ വരുന്നതാണ് ബഫലോസ്. ബഫലോസ് വന്നിട്ട് വെള്ളം ഫുള്ള് കലക്കി അവർ പോകും. പിന്നെ ഈവനിങ്ങിൽ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആനിമൽ കിങ്ഡത്തിലെ വാട്ടർ ഹോൾ പ്രോസസ്സിൽ ലാസ്റ്റ് വെള്ളത്തിലേക്ക് വരുന്ന ആൾക്കാർ ബഫലോസ് ആണ്. അവിടെ കുറെ ബഫലോസ് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആന ഇഷ്ടം പോലെയാണ് കാണുന്നത്. മൊത്തം ആനയാണ് അവിടെ എവിടെയൊക്കെ നമുക്ക് ആനയെ കാണാം കേട്ടോ. അപ്പോൾ ആന അങ്ങനെ നമുക്കൊരു പുത്തരിയല്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ നമ്മൾ സിംഹത്തിനെ തപ്പി നടക്കാം കേട്ടോ. അപ്പോൾ ജാക്സൺ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് എവിടെ വന്നപ്പോൾ സിംഹങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നേക്കണേ. അപ്പോൾ ജാക്സൻ്റെ എന്തിനും സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. പോയിരുന്നിടത്ത് നിന്ന് റിവേഴ്സ് എടുത്തു. നമുക്ക് പതുക്കെ പതുക്കെ സംസാരിക്കാം. Did you spot any? Yeah. Did you? സിംഹത്തിനെ സ്പോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ റോട്ടിൽ നിന്ന് തിരിക്കുകയാണ് അകത്തേക്ക്. ഞാനൊന്നും കണ്ടില്ല കേട്ടോ ഇതുവരെ. കണ്ടു 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 സിംഹങ്ങളുണ്ട് 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 സിംഹങ്ങളുണ്ട്. അവിടെ കിടക്കുന്നു. നാല് സിംഹങ്ങളുണ്ട് കേട്ടോ. അതിൽ 2 മെയിലും 2 ഫീമെയിലുമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഉറങ്ങാണ്. ഒരു സൗണ്ടും ഇല്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ചെറിയ ബേർഡ്സിൻ്റെയും ചെറിയ ഇൻസെക്ട്സിൻ്റെയും സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇത് നമ്മൾ ഈ ജീപ്പും കൊണ്ടിങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തലപൊക്കി നോക്കി എന്താണെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും കിടന്നു. നിറച്ചും ഈച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ണിലും ചെവിയിലൊക്കെ നിറച്ച് ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലും ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ അതാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ ചെവി അനക്കുന്നതൊക്കെ കേട്ടോ. ഭയങ്കര അടിപൊളി കാഴ്ച കേട്ടോ. സന്തോഷമായി. ഒരെണ്ണം നല്ലോണം എല്ലും തൂലും ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും കൈൻഡ് ഓഫ് ഓക്കെയാണ്. ഒരാൾ പക്ഷെ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും. ചിലപ്പോൾ പ്രായമായതായിരിക്കും. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ പുല്ലാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മാനുകൾ ഗ്രേസ് ചെയ്ത് നടക്കുന്നുണ്ട്. ജാക്സൺ എന്തോ ടയറിനെന്തോ നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഉടനെ അതുങ്ങൾ ഭയങ്കര അലേർട്ടായിട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തല പൊക്കി നോക്കുക. അപ്പോൾ ഈ പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ. ലോകത്ത് എവിടെ എടുത്താണ്ടല്ലോ ഏറ്റവും കൂടുതൽ മാമൽസ് സസ്തനികളുടെ ഡെൻസിറ്റി, അതായത് സാന്ദ്രത കൂടുതലുള്ള സ്ഥലം ഇവിടെ മാരയിലാണ് കേട്ടോ. അതായത് ലോകത്ത് ഏത് നാഷണൽ പാർക്കോ ഏത് കാർഡും എടുത്തോ ഏറ്റവും കൂടുതൽ മാമൽസിൻ്റെ ഡെൻസിറ്റി ഉള്ളത് ഇവിടെ മാരയിലാണ്. പിന്നെ ഈ ബിഗ് 5 ഉണ്ടല്ലോ, അതായത് ലയൺ, ലെപ്പേർഡ്, ബ്ലാക്ക് റൈനോ, എലിഫന്റ്, ലയൺ, ബ്ലാക്ക് റൈനോ, എലിഫന്റ്, ലെപ്പേർഡ്, ലയൺ, ലെപ്പേർഡ്, എലിഫന്റ്, ബഫലോ, ബ്ലാക്ക് റൈനോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബിഗ് 5 എന്ന് അറിയപ്പെടുന്നത്. അതും ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാരയിലാണ്. ശരിക്കും നമ്മളിപ്പോൾ ഉണ്ടല്ലോ ബോർഡറിലാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് എവിടെയോ ടാൻസാനിയാണ്. അപ്പോൾ ടാൻസാനിയ കെനിയ ബോർഡറാണ്. അപ്പോൾ ഈ മസായി മാര നാഷണൽ പാർക്ക് മറ്റേ സെറംഗിറ്റി മാര നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ വൈൽഡ് ബീസ്റ്റൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വരണം, മൈഗ്രേഷൻ ചെയ്ത് വരണം. അപ്പോൾ അതിൽ പറയാം, അപ്പോൾ സീസൺ ടൈമിൽ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇവിടെ മൊത്തം കണ്ണെത്താ ദൂരത്ത് മൊത്തം വൈൽഡ് ബീസ്റ്റ് ആയിരിക്കും ഇത്ര. അപ്പോൾ ഈ പുല്ലൊക്കെ ഇനി കുറച്ചും കൂടി വളർന്ന് നല്ല ഹൈറ്റിലായിട്ട് നമുക്ക് ഈ ബഫലോനൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. പക്ഷേ ഈ വൈൽഡ് ബീസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം നിരപ്പാക്കി. അപ്പോൾ അതായത് അതിലാണ് 1000, 2000 അങ്ങനെയല്ല, ലക്ഷമല്ല, അതായത് ഇങ്ങനെ മില്യൺസ് ഓഫ് വൈൽഡ് ബീസ്റ്റ്, അതിങ്ങനെ മില്യൺസ് ഓഫ് വൈൽഡ് ബീസ്റ്റ് ഈ ഭാഗത്ത് മൊത്തം ഉണ്ടാവത്രേ.
ഞങ്ങളെ കുറച്ച് ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഞാനിങ്ങനെ ജാക്സിനോട് പറയായിരുന്നു ആനിമൽസിനെ കണ്ടു, ബേർഡ്സിനെ വളരെ കുറവ് കണ്ടുള്ളൂ. അതേ പോണു. അപ്പോൾ ഇവിടെ ദിസ് ഇസ് സ്റ്റെർലിംഗ് നോ? സൂപ്പർ സ്റ്റെർലിംഗ്. ഇതൊരു ഭംഗിയാന്ന് നോക്കിയ കളറ്. അയ്യോ ഇത് അടുത്തേക്ക് വരിക. പാവം എല്ലാം തിന്നാൻ കിട്ടുന്ന വെച്ചിട്ടാണ്. എന്തൊരു ക്ലോസ് റേഞ്ചില്ലാന്നറിയോ. അയ്യോ എന്ത് രസമായി കാണാൻ. ദേ എല്ലാവരും അടുത്തേക്ക് വരിക കേട്ടോ. നേരത്തെ കൊത്തി ഓടിച്ചു, അടുത്ത പറന്നു വരുന്നു. നിനക്കൊരു പേടിയില്ലേ? നിനക്ക് പേടിയില്ലേ? Looking for food? Yeah, they are looking for some snacks. Okay. So normally maybe people must be giving something. Yeah. ഞങ്ങളുടെ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ തരുമില്ല കേട്ടോ. ഇതിങ്ങനെ ബേർഡ്സിനൊക്കെ ചിലപ്പോൾ ഇത് എത്ര വൈൽഡായിട്ട് നടക്കണമല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു മരം ഉണ്ടല്ലോ, ഈ മരത്തിൽ നിറച്ചും കിളികളാട്ടോ. അപ്പോൾ ഈ സാധനം കുറേ ഉണ്ട്, ഈ സ്റ്റെർലിംഗ് കുറേ ഉണ്ട്. പിന്നെ ദൂരെ നമുക്ക് ജിറാഫുകളൊക്കെ നടന്നു പോകണം കാണാം. ഈ ഒരു പോയിന്റിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ് ഇറങ്ങി. പിന്നെ ഈച്ച ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ചുറ്റും കിടന്ന് ഈച്ച നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ചുറ്റും നടക്കട്ടോ, അത് പോണില്ല, പാവം അത്. ഇവൻ എൻ്റെ കൂടെ നാട്ടിലേക്ക്. പക്ഷികളുടെ കളറ് കണ്ടോ, നോക്കി അതിൻ്റെ കളറ് എന്തൊക്കെ തരം കളറ്, വെൽവെറ്റ് പോലെയൊക്കെ ഇരിക്കണം. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവണേന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഈ മരം ഉണ്ടല്ലോ, ഇതൊരു പക്ഷികളുടെ ഒരു ഹബ്ബാണ്. അതിൻ്റെ അകത്ത് മഞ്ഞക്കിളികളുണ്ട്. പിന്നെ ഈ സ്റ്റെർലിംഗ്, പലതരത്തിലുള്ള സ്റ്റെർലിംഗ് ഉണ്ട്. സ്റ്റെർലിംഗ് മൊത്തം അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക കേട്ടോ. അവരുടെ ചുറ്റും ഒരു പേടിയില്ലാണ്ടാണ് അത് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ താഴെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനകളൊക്കെ ഇവിടെ വന്ന് വിലസണതാണ്. ആനയാണോ അതോ നീ കണ്ടാമ്പ്രക്കാണോ എന്താണ്? എന്തായാലും ആനപ്പിണ്ടത് ഇവിടെ ആനപ്പിണ്ടുണ്ട്. പിന്നെ മുകളിൽ പറന്നു പോയിരിക്കും. നോക്കി, ജാക്സൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടി പോണ വഴി നമുക്ക് കുറച്ച് ദൂരം നടക്കാം. അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ഉണങ്ങിയ കമ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്രെയിം നോക്കി, ഇത് അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും അടിപൊളി എന്ന് അറിയോ, സൈലൻസ് ആണ് കേട്ടോ. ആ ഒരു നിശബ്ദത. ബാക്കിൽ കണ്ട ജിറാഫുകൾ നിൽക്കണ കണ്ട, എത്ര എണ്ണം കണ്ട. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കായിരുന്നു കേട്ടോ. ഒരെണ്ണം ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു റോഡിന് നടുവിൽ. അപ്പോൾ ഒരു ജിമ്മി വന്നു. അപ്പോൾ അതുങ്ങളങ്ങനെ ആ സൈഡിലേക്ക് പോയി കേട്ടോ. പക്ഷേ ഇത് നേരത്തെ കണ്ടതിനേക്കാൾ ഭയങ്കര ക്ലോസ് റേഞ്ചിലാട്ടോ നമുക്ക് ജിറാഫിനെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എന്ത് രസമാണ് കാണാൻ. Color pattern for the male is a bit black. Okay. But the color pattern for the female is a bit brown. Okay. So that is when you differentiate between a male and a female. And the scientific name for the giraffes, they are called Giraffa camelopardalis. We have the reticulated giraffes, we have the Rothschild giraffes, the Somali giraffes, and the Maasai giraffes, the one we are seeing here. These are the only giraffes that are found in Masai Mara ecosystem. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. വണ്ടി പോയി പാട് കണ്ടോ റോഡിൽ. ഓടിച്ച് നമ്മൾ എവിടെ എത്തിയേക്കണേന്ന് അറിയോ? കെനിയ ടാൻസാനിയ ബോർഡറിൽ, അതായത് ലിറ്ററലി നമ്മൾ ബോർഡറിൽ എത്തിയേക്കാം കേട്ടോ. ഇവിടെ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ ഒരു റാ പോലെ എടുക്കുകയാണ്.
അവിടെ ഒരു സ്റ്റോൺ ഉണ്ട് കേട്ടോ. ആ സ്റ്റോണാണ് ഇതിൻ്റെ ബോർഡർ. ഇവിടെ ഇവരൊരു ബഫലോൻ്റെ തലയോട്ടി എടുത്തിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ബോർഡർ, നോ എൻട്രി ഇൻ ടു ടാൻസാനിയ. ഓക്കെ. ഈ സ്റ്റോൺ എന്താ? അത് ബൗണ്ടറി മാർക്കിംഗ്. അതാണ് ഒഫീഷ്യൽ ബൗണ്ടറി മാർക്കിംഗ് കേട്ടോ. ഞാനിതൊന്ന് കാണിച്ചിട്ടോ. ഇതാണ് എൻ്റെ സ്കൾ കേട്ടോ. ശരിക്ക് മരം പോലെ അല്ലേ? എൻ്റെ അമ്മ നല്ല വീട്ടാട്ടോ അതിന്. So this one is a pillar. It's a pillar post. Border pillar. That shows when you're on this side, you're in Tanzania. Okay. When you are also on this side, you're in Kenya. Okay. So when I stand here, I'll be between the two countries. Oh, okay. So for me, this is the border. this is Tanzania, Okay. Kenya. So this one is a border. Okay. So Now for I'm in Tanzania. So we give you to Tanzania, as we remain in Kenya. Okay. അപ്പോൾ ഇത് ടാൻസാനിയ, അപ്പുറത്ത് കെ എന്തെങ്കിലും എഴുതണം. KE എഴുതിയിട്ടുണ്ട് കേട്ടോ, കെനിയ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ പോണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആ വണ്ടി നിർത്തിയിട്ടേക്കണത് ബോർഡറിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. അതാണ് അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടില്ലേ, തലയോട്ടിയൊക്കെ. ഇപ്പോൾ ടാൻസാനിയയിലാണ് ഞാൻ നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മാരാ റിവറിലേക്ക് കേട്ടോ പോണേ. അവർ രണ്ടുപേരും ഫോണിലാണ് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നത് മാരാ റിവറിലേക്ക് പോകട്ടെ. അത് നോക്കി ആ ചെളി കൂടെ ഒക്കെ വന്നിട്ട് മൊത്തം പുല്ലും ചെളിയും ഓക്കെ. കയറാം. അമ്മ ഇന്നലെ കുറച്ച് ചിപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വെച്ചു. എന്തോ തോട്ടില്ല ചിപ്സ് പോലെ എന്തോ സാധനം കേട്ടോ, മെക്സിക്കൻ എന്തോ നാച്ചോസൊക്കെ പോലെ. മാരാ റിവറിലെത്തി. വ്യൂ കണ്ടേ? നോക്കിയേ. ബോർഡർ ആയതുകൊണ്ട് തന്നെ ആർമിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്, അവിടെ രണ്ടുപേര് തോക്കം പിടിച്ച് മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ദേ മാരാ നദിയുടെ അടുത്തേക്ക് നടക്കുക കേട്ടോ. അവിടെ സ്റ്റോപ്പെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ് വരെ നമുക്ക് പോകാൻ പാടുള്ളൂ. ഇതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് എന്താണെന്നറിയോ? മാരാ റിവറിൽ ഹിപ്പോസ് അല്ലേ അത് അല്ലേ? അവിടെയൊക്കെ നിറച്ചും ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഇവിടെ ദേ കുറച്ച് പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ആ റിവർ ഇങ്ങനെ വന്നിട്ട് കറങ്ങി അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് അവരിങ്ങനെ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്രോക്കഡൈൽ ഇൻഫെസ്റ്റഡ് ആണ്. ഓക്കെ, ഇറങ്ങിയാൽ തീർന്നു. അപ്പോൾ ഈ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വൈൽഡ് ബീസ്റ്റുകൾ ഇതിലേക്ക് ചാടില്ലേ. അപ്പോൾ ഈ ക്രോക്കഡൈൽസിനെ അറിയാം ഇത് എവിടെയാണ് വന്ന് നിൽക്കുക അല്ലെങ്കിൽ എവിടെ നിന്നാണ് ചാടുക എന്ന്. അപ്പോൾ എല്ലാ വർഷവും അത് കറക്റ്റായിട്ടൊരു പോയിന്റിൽ പോയിട്ട് നിൽക്കും ഈ വൈൽഡ് ബീസ്റ്റ് ചാടിനെ കാണാൻ വേണ്ടിയിട്ട്. ചാടിനെ കാണാനല്ല, ചാടിനു വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ അതാണ് ഹിപ്പോസ്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ ഒരു ഹിപ്പോക്കൊട്ടം കിടന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാളുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നേരത്തെ കണ്ട പോലെ ഒരാളിവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് നല്ല ആഴമുള്ള കേട്ടോ. അതിങ്ങനെ മുങ്ങിയിട്ട് ഇങ്ങനെ പൊങ്ങി വരണമൊക്കെ നമുക്ക് കാണാം. പെട്ടെന്നാണ് എവിടെ നിന്നാണ് നമുക്ക് പൊന്തി വരണമെന്ന് കാണാനില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയുള്ളൂ അതിങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇതേ ഈ സൈഡിലൊരു മുതല കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് തൊട്ടടുത്താണ് ഇവിടെയായിട്ട്, ആ കല്ലിൻ്റെ അപ്പുറത്തായിട്ട് മുതല കിടക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. പക്ഷേ എന്തായാലും അതിൽ പറഞ്ഞ പോലെ ഇത് മൊത്തം മുതലകളായിരിക്കും, ഇൻഫെസ്റ്റഡ് ആണ്. ഈ മുതലകള് ഹിപ്പോസിനെ അറ്റാക്ക് ചെയ്യോ? മുതലകൾ ഹിപ്പോസിനെ കുട്ടീനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ അത് കാരണം ഹിപ്പോസും മുതലകളും തമ്മിൽ ഒട്ടും ചേർന്ന് പോവില്ല. ബട്ട് മൈഗ്രേഷൻ സീസണിൽ ഇവര് തമ്മിൽ ചേർന്ന് പോകും. ഓക്കെ. The biggest hippo, the huge hippo, is almost 3,000 kilograms. That is 3 tons. Yeah, very big. And on land they run very fast. So with that big weight, they run 30 kilometers per hour. The highest speed they can run. So you are dead if someone... if it gets you, you are dead. Yeah, so at a time ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റിന് അത്ര നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേറൊരു ഗ്രൂപ്പ് വന്നപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങോട്ട് കയറാൻ പറഞ്ഞു കേട്ടോ. കാരണം എല്ലാവർക്കും അത് കാണണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒച്ച ഉണ്ടാക്കണുണ്ടല്ലോ, ഈ മോട്ടോർ ക്രോസിൻ്റെ വണ്ടിയൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ടാക്കില്ലേ, അതുപോലത്തെ അങ്ങനത്തെ സൗണ്ട്. വണ്ടികളുടെ എണ്ണമൊക്കെ കൂടിയിട്ടോ. കഴിഞ്ഞ മഴയിൽ ഇവിടെ ഒരു പാലുണ്ടായിരുന്നു, അത് ഒലിച്ചു പോയതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ റിവർ കൂടെ തന്നെ ഇറങ്ങി പോകണം. അപ്പോൾ
നല്ല കിടിലൻ ഓഫ് റോഡാണ് വരുന്നത്. എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല, എനിക്കത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത് തലയാണ് മുഖം അങ്ങ് പോയി ഇടിക്കുക എവിടെയെങ്കിലും. ഈ ഒരു സൈഡിലേ ചെറിയൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ, എൻ്റെ മുകളിൽ കൂടെ വേണം പോവാൻ. ഇതെല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്ന ഭാഗ്യമല്ല. പൊളിച്ചു, ഗുഡ് ജോബ് ജാക്സൺ. ഒരു കൂട്ടാന അവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ജാക്സൺ അത് നേരത്തെ അവിടെ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഭാഗത്തു കൂടെയാണ് വന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ആനകളെ കാണാമായിരുന്നു. കൂടെ ഒരു കുട്ടിയാന ഉണ്ട് കേട്ടോ. ഇത്ര നേരം റോട്ടിൽ കൂടെ ഉണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാക്സൺ ഇപ്പോൾ പുല്ലിൽ കൂടെ ഒക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകണേ. അമ്പോ സിംഹം. ചെറിയ മരത്തിൻ്റെ അടിയിൽ 3 സിംഹങ്ങൾ കിടക്കുക കേട്ടോ. ഒരാൾ മാത്രമാണ് തല പൊക്കി വെച്ചിട്ടുള്ളൂ. തല പൊക്കി വെച്ച ആളുടെ മേത്ത് ഒരാൾ കിടന്നിട്ട് കാല് കയറ്റി വയ്ക്കുക കേട്ടോ. നമ്മുടെ സിബ്ലിങ്സിൻ്റെ ഒക്കെ മേത്ത് കാല് കയറ്റി വയ്ക്കില്ല ഉറങ്ങുമ്പോൾ ഒക്കെ, അതുപോലെ അതിൻ്റെ മേത്ത് നിറച്ച് ഈച്ചയാണ്. നമ്മുടെ വണ്ടി കൂടാണ്ട് വേറെ 2 സഫാരി വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ. അതിൽ സാധാരണ ഈ സായിപ്പന്മാർ ചെയ്യാത്തതാണ്. അയാൾ അവിടെ ഇരുന്നിട്ട് ഒച്ച ഉണ്ടാക്കുക കേട്ടോ. ഇതിനെങ്ങനെ ഷൂഷൂന്ന് വിളിക്കുക, പിന്നെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സാധാരണ ആൾക്കാർ ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഫോറിനേഴ്സ്. ഇത് പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാനേ പാടില്ല. അവിടെ ഒത്തിരി നേരം നിർത്തിയുള്ളൂ, ജസ്റ്റ് നമ്മൾ കണ്ടു. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നീങ്ങാം. അവിടെ കൂടുതൽ ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നീങ്ങാം. എന്താ പറഞ്ഞേ? ഹിപ്പോനെ കഴിക്കുന്നുണ്ട്. ഓ ഓക്കെ. ഹിപ്പോ ഇത്രയും ഡ്രൈ ലാൻഡിലേക്ക് കയറി വരുമോ? രാത്രി കയറി വരും. ഓക്കെ. ഇവർക്ക് ഗ്രേസ് ചെയ്യണ്ട, വെള്ളത്തിലാണെങ്കിൽ ഫുഡില്ല. ഓക്കെ. അപ്പോൾ രാത്രി ആകുമ്പോൾ കയറി വന്നിട്ട് ഗ്രേസ് ചെയ്യും. ഓക്കെ. ഹിപ്പോനെ പിടിച്ച് കഴിക്കുന്നുണ്ട്, അതായത് എൻ്റെ ബോഡി കിടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഇപ്പോൾ അവിടെ കുറച്ച് വെഹിക്കിൾസ് കിടക്കുന്നുണ്ട്, സഫാരി വെഹിക്കിൾസ്. ആ പോയിന്റ് കണ്ടാ, അങ്ങോട്ടാണ് ഈ പോണേ. അവിടെ 2-3 വൾച്ചേഴ്സിനെ കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ആ വണ്ടികളുടെ ഒക്കെ ബാക്കിലായിട്ടാണ് ഇത് കാണുന്നത്. എൻ്റെ അമ്മോ, ഹിപ്പോനെ തിന്നിട്ട് ബാക്കി കിടക്കണ നോക്കി. അതിന്റെ വയറ് മൊത്തം കഴിച്ചേക്കുക അല്ലേ? വയറിന്റെ ഭാഗം eaten by lions or some other animal? They hunt by lions. ഇവിടെ ഉണ്ടല്ലോ വല്ലാത്തൊരു മണ കേട്ടോ. അപ്പോൾ അയ്യോ അവിടെ സിംഹം ഉണ്ടായിരുന്നു. ജാക്സൺ ജസ്റ്റ് മിനിറ്റ്. ഇവിടെ ഒരു സിംഹം നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ആ വണ്ടിയുടെ പുറകിലായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. ആ വണ്ടി പോയപ്പോഴാണ് ഇപ്പോൾ ഇതിനെ കണ്ടത്. അപ്പോൾ ഇദ്ദേഹമായിരിക്കും അത് സാപ്പിട്ടത് കേട്ടോ. അല്ല, അവരെല്ലാവരും കൂടിയിട്ടായിരിക്കും അല്ലേ? അതാണ് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാം അവിടെ. ഓക്കെ. അപ്പോൾ ഇയാൾ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ടാവാ? അല്ലല്ല, അതിപ്പോ കഴിക്കാൻ വന്നായിരിക്കും. ഓക്കെ. ആ വണ്ടിയുടെ അടിയിലേക്ക് പോവാൻ നോക്കുക കേട്ടോ. എന്തിനാണോ അങ്ങോട്ട് പോയേ?
അത് അവിടെ എത്തിട്ട് അതുല്ലൊരു നോട്ടം നോക്കിണ്ട്, ഇങ്ങനെ നോക്കിയിട്ട്. ഇന്നലെ രാത്രി ഹണ്ട് ചെയ്ത് കഴിച്ചാട്ടോ ഈ ഹിപ്പോനെ. അപ്പോൾ അതിൻ്റെ വയറ്റിലുണ്ടായിരുന്ന പുല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കങ്ങനെ അത് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഓർഗൻസും അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതായത് ആ വയറിൻ്റെ പോർഷൻ മൊത്തം കഴിച്ചേക്കാണ്. എന്നാൽ വേറെ പോർഷൻസ്, അതായത് വിശപ്പ് മാറി പിന്നെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിപ്പോൾ ചീഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ വൾച്ചേഴ്സും കഴുകന്മാർ അവിടെ വന്നിരിക്കുന്നുണ്ട്, അതങ്ങനെ കഴിച്ച് ഇനി അതങ്ങനെ ഭൂമിയോട് അലിഞ്ഞു ചേരും. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നേരത്തെ കണ്ട സിംഹങ്ങളുടെ ഭാഗത്തെത്തി കേട്ടോ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആ ഹിപ്പോനെ ഇന്നലെ കഴിച്ചത്. കിടക്കണം നോക്കിയേ, ശരിക്കും നമ്മുടെ വീട്ടിൽ പൂച്ചകളൊക്കെ കിടക്കണ പോലെയല്ലേ നോക്കിയേ, അതേപോലെ ഉണ്ട്. കുളപ്പുള്ളി അപ്പൻ്റെ കണ്ണിലൊരു വെട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലൊരു വെട്ട് ഇന്നലത്തേൽ പറ്റിയതായിരിക്കണം കേട്ടോ. ഒരു വെട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ നിറച്ചും ഈച്ച വന്നിരിക്കുകയാണ്. ഇത് കൂടാണ്ട് എല്ലാ സിംഹത്തിൻ്റെയും മേത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഹണ്ടിങ്ങിൽ ഇടയിൽ പറ്റിയ മുറിവായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഈച്ച ഇങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് എന്തായാലും വയറ്റിലുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ കിടക്കുക, മരത്തിൻ്റെ ചുവട്ടിൽ തണലത്ത് ഇങ്ങനെ കിടക്കുക, റെസ്റ്റ് എടുക്കുക. വേണ്ടിട്ട് വരുന്നുണ്ട്. അയ്യോടാ പാവം, പറ്റേൻ്റെ അടുത്ത് പോയിട്ട് ഒരു തട്ട്. ശരിക്കും പൂച്ച തന്നെ അല്ലേ. അതിന് കിടപ്പം അങ്ങോട്ട് ശരിയാവണില്ല. അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കിടക്കുക, അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കിടക്കുക. അവിടെ കിടന്നു. ചവിട്ടണ കാലുണ്ട്. അതിലെ മോത്ത് മണി നീച്ച വന്നിരിക്കുന്നു. സിംഹം നേരിച്ചിട്ടായിരിക്കോ? We are having lunch here. ഓ, അപ്പോൾ ജാക്സൺ ദേ വണ്ടി നിർത്തി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മസായി ഷോൾ എടുത്ത് നിലത്ത് വിരിച്ചു. ലൈക്ക് ഒരു പിക്നിക്ക് പോലെ നമ്മളിവിടെ ഇരുന്ന് അപ്പം ലഞ്ചൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവർ ചെയ്യും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് ലഞ്ച് തരും. അപ്പോൾ അത് ദേ ജാക്സൺ തന്നെ പൊതിഞ്ഞു കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇവിടെ ദേ ഒരു ജാക്സൺ, ദിസ് ഇസ് ബലാനായ്. ഓക്കെ, അപ്പോൾ ബലാനായ് ട്രീൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാം. ഇതാണ് ലഞ്ച് ബോക്സ് കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ ഈച്ചിരിക്കണ കണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചിപ്സ് ഉണ്ട്, തൈരുണ്ട്, ഒരു കേക്ക് ഉണ്ട്, പിന്നെന്തോ ബണ്ണോ അങ്ങനെ എന്തോ ആണ്, ഒരു പഴം, ടിഷ്യൂ, ഒരു കുഞ്ഞു ബോട്ടിൽ വെള്ളം, ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ടൽ എവിടെയാണ് നിൽക്കുന്നത്, അവരാണ് നമുക്ക് ഈ സാധനം തരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഡ്രൈവറിനും കൂടി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നലെ ജാക്സൺ അത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ജാക്സന് അവർ ഫുഡ് കൊടുത്തു വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് 3 പേർക്കും കൂടിയിട്ട് നമുക്ക് ഞങ്ങളുടെ 2 പേരെയും കൂടിയിട്ട് 3 പേർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ജാക്സൺ ടേക്ക്. ഇതൊക്കെയാണ് മാൻ എക്സ്പീരിയൻസ്. ഇത് നോക്കിയേ, ഒരു ചിക്കൻ്റെ പീസ് കേട്ടോ, ഒരു ചിക്കൻ്റെ പീസ്, പിന്നെ ഒരു ബർഗർ. നിലത്ത് വീണിട്ടില്ല, അത് എന്താ പറയുക പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ, ഇല്ലെങ്കിൽ വളരെ മോശമായിരിക്കും. ചിക്കൻ ആ ചെറിയ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് വയറ് നിറഞ്ഞു. ഇതെന്തോ ഒരു യോഗേട്ടാട്ടോ, സ്ട്രോബെറി. ഞാനിവിടെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ്, ഈ മരവും പിന്നെ ഈ സഫാരി വെഹിക്കിളായിട്ട്. കുറച്ച് നേരം ഇവിടെ കിടക്കാം. അതിലുണ്ടല്ലോ നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കെനിയ വിസിറ്റ് ചെയ്യണമെങ്കിൽ, അതിപ്പോൾ 3 ദിവസമോ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ ആയിക്കോട്ടെ,
ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാക്കേജ് കോസ്റ്റ്, അതായത് എയർപോർട്ട് ടു എയർപോർട്ട്, ഇവിടെ നിങ്ങൾ ഇവിടുത്തെ നിങ്ങളുടെ പാക്കേജ് കോസ്റ്റിന് ആദ്യം ബുക്ക് ചെയ്യുന്ന 20 പേർക്ക് 10% ഓഫ്, പിന്നെ ബുക്ക് ചെയ്യുന്ന 30 പേർക്ക് 5% ഓഫ്. ഇതിനാകെ അതിലൊരു നിബന്ധന പറയണത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. താഴെ ഞാനൊരു കൂപ്പൺ കോഡ് ഡിസ്പ്ലേ ചെയ്യാം, അതും മെസ്സേജിൽ അയക്കുക. ഈ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈൽഡ് എസ്കേപ്പ് എന്നാണ് ട്രാവൽ കമ്പനി. അപ്പോൾ അതിലെ ആദ്യം ഇന്ന് വരെ 31-ാം തീയതി വരെ അല്ലേ. അപ്പോൾ ഈ ഓഫർ ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി വരെ മാത്രം. എന്താ ഇതിന്റെ വലുപ്പല്ലേ? അതിന്റെ ഈ ഗോയിറ്റർ ഉണ്ടോ ഇപ്പൊ ഉള്ളിൽ നിൽക്കണ, അത് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ശരിക്കും തൂങ്ങിക്കെടുക്കും. എന്നിട്ട് ആ സാക്കിന്റെ ഉള്ളിൽ ആ ഡൈജസ്റ്റ് ആയിട്ടാണ് പിന്നെ അത് ഇതാവുള്ളൂ. ഓക്കെ, ഞാൻ മസായി ആയിട്ടാ. നമുക്ക് മാറപുസ്തകം ഒന്ന് കാണാം. അയ്യോ, എന്താ അതിന്റെ സൈസ്! ജാക്സൺ അവിടുന്ന് ബോണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി. അപ്പോൾ അതൊക്കെ കുത്തി തിന്നാ. എൻ്റെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്ന The ugly 5. ugly 5. Yeah. Okay. You know we have the big 5 and we have the ugly 5. So this comes in ugly 5. It doesn't look ugly. See, yeah, they look ugly. No, it doesn't look ugly. It looks. Can you see the It's very mean. No, it doesn't look. It looks beautiful. You should say beautiful 5. The beautiful 5 you don't have yet. നമ്മൾ മാലയുടെ താലക് സൈഡ് വന്നപ്പോഴല്ലോ ഇവിടെ 3 പുമ്പ മേഞ്ഞ് നടക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ജീവനെ ഇത്ര അടുത്ത് കാണുന്നത്. ജാക്സൺ ജസ്റ്റ് സെക്കൻഡ്, ആദ്യമായിട്ടാണ് ഈ ജീവനെ ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് പുല്ല് കഴിക്കണുണ്ടല്ലോ, മുട്ട് കുത്തിയിരുന്ന കേട്ടോ. ഫ്രണ്ടിലത്തെ 2 കൈ ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് അങ്ങനെയാണ് അത് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ അടുത്ത് കാണുന്നതും ഇതിങ്ങനെയാണ് ഭക്ഷണം കഴിക്കണതെന്നും കാണുന്നത് കേട്ടോ. ഇതിനു മുമ്പൊക്കെ നമ്മൾ പല സ്ഥലത്ത് ഇതിനെ കണ്ടു, പക്ഷെ കുറേ ദൂരെയായിരുന്നു. അപ്പോൾ ഇത് മുട്ട് കുത്തിയിട്ടാണെന്ന് അറിയില്ലായിരുന്നു. എന്ത് രസമാണെന്ന് നോക്കി. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം നോക്കി ഇംപാലാസാണ് കേട്ടോ. എല്ലാം മെയിലാണ്, മൊത്തം മെയിലാണ്. കുറേ ഉണ്ട് കേട്ടോ, ഒരു 19 ഉണ്ട് തോന്നുന്നു. ഇത്രയും ബാച്ചിലർ പാർട്ടിയാണ്. അപ്പോൾ നമ്മളിത് സമയം ചെല്ലും തോറും മേഘമൊക്കെ ഇങ്ങനെ കൂടി വരുന്നു, നല്ല കാറ്റ് വരുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും മൈക്കിൽ കാറ്റടിക്കുന്നതായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. വെതറിൽ 3 മണിയാകുമ്പോൾ മഴയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയില്ല. സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറും കൂടി നമുക്ക് ഇവിടെ കറങ്ങി നടക്കാൻ പറ്റും. അതിനുള്ളിൽ ചീറ്റ കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് ഗോ ജാക്സൺ. ജാക്സൺ ഇപ്പോൾ അവനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ പാർക്കിൻ്റെ വേറെ ഒരു ഭാഗത്ത് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ജാക്സൺ ഇങ്ങനെ വണ്ടി ഓടിച്ച് ചീറ്റനെ തപ്പി നടക്കുകയാണ്. കുറേ സ്ഥലത്തായി നോക്കണം, കുറേ ജീപ്പുകാരുടെ അടുത്തൊക്കെ നിർത്തി ചോദിക്കണ്ടായിരുന്നു, പക്ഷേ ആരും ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചീറ്റനെ തപ്പി ആരും വരാത്തൊരു ഭാഗത്തേക്ക് വന്നേക്കാണ്.
മക്കളെ ചീറ്റ ചീറ്റ ചീറ്റ. ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു, നിങ്ങൾ കണ്ട? ട്രാഫിക്കാട്ടോ, കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ മസായി ഡ്രൈവേഴ്സിന് മാത്രമേ ഈ പുല്ലുകൂടെ ഓടിക്കാൻ പറ്റൂ. പുറത്തുനിന്നുള്ളവർക്ക് ഈ പുല്ലുകൂടെ ഓടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ് ആ റോഡിൽ. അവർക്ക് ആ റോഡ് വിട്ട് ഓടിക്കാൻ പറ്റില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. അങ്ങനെ അത് നടന്നുണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു തണലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കും. കാരണം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എന്തിനോ നോക്കി നടന്നിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു, പിന്നെ ഇങ്ങനെ പതുങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അവിടെ പോയി കിടന്നു. അപ്പോൾ ഇതേ വളരെ ചുരുക്കം ജീപ്പുകാരായിട്ട് അവിടെ വന്നിട്ടുള്ളൂ. 1 2 3 നമ്മൾ 4, ബാക്കി എല്ലാവരും അവിടെ സ്റ്റക്കാണ്. അപ്പോൾ is it easy to find cheetahs here, Jackson? Not No, easy. it's not easy. അപ്പോൾ നമുക്ക് ഭാഗ്യം കേട്ടോ, എനിക്ക് കിട്ടി. പാവത അവിടെ പോയി കിടക്കുക. ശരിക്കും ഉണ്ടല്ലോ, അത് നമ്മൾ സിംഹത്തിനെ കണ്ടില്ലേ, അപ്പോൾ ഒരു ഭംഗിയും ആ ഒരു എലഗൻസ് വൈസ് ഉണ്ടല്ലോ, ഇതാണ് ഭയങ്കര എലഗൻ്റാണ്, ഭയങ്കര രസമാണ്, നടന്നു പോകണതാണ്. സിംഹം പിന്നെ അതങ്ങനെ കിടക്കുമായിരുന്നു, പിന്നെ മേത്തൊക്കെ ഈച്ച, അതിങ്ങനെ ഭയങ്കര ഇങ്ങനെ ക്ലീനായിട്ട് നീറ്റായിട്ട് നടന്നു പോകണ്ടായിരുന്നു. ഈ മസായി ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇവരൊരു കമ്മ്യൂണിറ്റി ആയിട്ടാട്ടോ ഇത് മൊത്തം ചെയ്യണം. അത് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ഇവർ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗവിയിലൊക്കെ പോയപ്പോൾ അവിടെ അജി എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ അവിടെയുള്ള ആളാണ്, ഗവിയിലത്തെ ആളാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ഇവർക്കാണ് കൂടുതൽ നോളജ് ഉണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ ഗൈഡ് ആയാലും ഡ്രൈവർ ആയാലും ഇത്ര നോളജ് ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ നോളജ് വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ഗവൺമെൻറ് ഇത് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും കിടലിന് എക്സ്പീരിയൻസ് നമുക്ക് പോയിട്ട് തിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ലോഡ്ജിലെത്തി കേട്ടോ. എ ലോഡ്ജ് മസായി മാരയിലെത്തി. അപ്പോൾ ലോഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം നമ്മൾ കുറേ ആനിമൽസിനെ സ്പോട്ട് ചെയ്തു, കുറേ എണ്ണത്തിനെ സ്പോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, നമുക്കത് അത്ര ക്ലോസ് ആയിട്ടും കാണാൻ പറ്റി. അപ്പോൾ അത് ശരിക്കൊരു ഭാഗ്യമാണ്. പറയുമ്പോൾ ഇത് ഓഫ് സീസണാണെന്ന് ആലോചിക്കണം, എന്നിട്ട് വരെ നമുക്കിത് കാണാൻ പറ്റി. നമ്മുടെ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഇനിയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂപ്പൺ കോഡിൻ്റെ കാര്യം ഓർമ്മ വയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. രമേശ് ചേട്ടാ മിസ്സാക്കി അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇവര് പണ്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ, അതിന്റെ സ്നേഹമാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.